വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും കൂടി രചിച്ച സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതിയിൽ ബോംബെയുടെ വടക്ക് ജുനാഗഡ് ഭരിച്ചിരുന്ന നവാബിൻ്റെ ധൂർത്തിൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പക്ഷികളോട് അതീവ താൽപ്പര്യമായിരുന്നു. തൻ്റെ നാട്ടിലെ പൗരന്മാരിൽ ഭൂരിപക്ഷത്തിനും സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് അദ്ദേഹം ഒരുക്കി വച്ചിരുന്നത്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട റൊഷാന എന്ന പട്ടിയും ബോബി ലാബ്രഡോർ എന്ന നായും തമ്മിലുള്ള വിവാഹം വളരെ വിപുലമായ തോതിലാണ് നവാബ് സംഘടിപ്പിച്ചത്. വൈസ്രോയി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രശസ്ത വ്യക്തികളെയും നേതാക്കന്മാരെയും രാജാക്കന്മാരെയും അദ്ദേഹം അതിലേക്ക് ക്ഷണിച്ചു. അത്യാദരപൂർവ്വം നടത്തപ്പെട്ട ഘോഷയാത്ര കാണാൻ 1,50,000 പേർ ഒത്തുകൂടി. ശ്വാന ദമ്പതിമാരുടെ ബഹുമാനാർത്ഥം നവാബ് വിപുലമായ വിരുന്നൊരുക്കി. പിന്നീടാണ് അവയെ അതിമനോഹരമായ വധൂഗ്രഹത്തിലേക്ക് ആനയിച്ചത്. ആ ഘോഷയാത്രയ്ക്ക് 60,000 പവനാണ് അദ്ദേഹം ചെലവഴിച്ചത്. തൻ്റെ 6,60,000 ദരിദ്ര പൗരന്മാരിൽ 12,000 പേരുടെ ഒരു വർഷത്തെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മതിയായ സംഖ്യയായിരുന്നു അത്. അധിക മനുഷ്യരും അധികാരിവർഗത്തിൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് ആടുകയും പാടുകയും ചെയ്യുന്നവരാണ്. തങ്ങളെ ആട്ടുകയും തട്ടി താഴെയിടുകയും ചെയ്യുന്നവരെ അവർ പിന്തുണക്കുന്നു. ചവിട്ടുന്ന പാദങ്ങളെ പൂവിട്ട് പൂജിക്കുന്നു. ആലോചനാരഹിതരായി അക്രമികൾക്ക് അരങ്ങൊരുക്കുന്നു. ആത്മാഭിമാനമില്ലാതെ അവരെ അനുധാവനം ചെയ്യുന്നു. പഴയകാലത്തെ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും കാലത്ത് മാത്രമല്ല, ആധുനിക ജനാധിപത്യ സമ്പ്രദായത്തിലും സാധാരണ ജനം നാട്ടിൽ നടക്കുന്ന എല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് അപഹരിക്കുന്ന അഴിമതിക്കാരെ ആദരിക്കുകയും അധികാരപീഠത്തിൽ ഇരുത്തുകയും ചെയ്യുന്നു. തങ്ങളുടെ താൽപ്പര്യങ്ങൾ തകർക്കുകയും നേട്ടങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ചൂഷകന്മാർക്കും അഴിമതിക്കാർക്കും വേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു. പൊങ്ങച്ച പ്രകടനങ്ങൾക്കായി പൊതുമുതൽ പാഴാക്കുന്നവരെ പൊതുജനം പാഠം പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അക്രമികളുടെയും ചൂഷകന്മാരുടെയും വഞ്ചകരുടെയും സ്വൈരവിഹാരത്തിന് വഴിയൊരുക്കുന്നത് രാജ്യനിവാസികളുടെ നിർവികാരതയും നിസ്സംഗതയുമാണ്. പൊതുജനം എല്ലാവിധ പ്രയാസങ്ങളുമായും പൊരുത്തപ്പെടാനും ഏതുവിധ പീഡനങ്ങളും പൊറുക്കാനും പാകത്തിലാവുമ്പോൾ പരാക്രമികൾക്ക് പ്രതിഷേധത്തിന് നേരിയ ഇലയനക്കം പോലും നേരിടേണ്ടി വരികയില്ല. എന്നാൽ ചൂഷണത്തിനെതിരെ ചുണ്ടനക്കുകയും അധർമ്മത്തിനെതിരെ അമർഷം കൊള്ളുകയും പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന പൗരസഞ്ചയം അഴിമതിക്കാരായ അധികാരികളുടെ അന്തരംഗത്ത് അങ്കലാപ്പ് സൃഷ്ടിക്കുന്നു. അത്തരമൊരു സമൂഹത്തിൻ്റെ സാന്നിധ്യം തിന്മകളുടെ തേരാളികളുടെ സ്വൈരവിഹാരത്തിനും സുഖനിദ്രയ്ക്കും വിഘാതം വരുത്തുക സ്വാഭാവികമാണ്. അതിനാൽ അനീതിക്കും അധർമ്മത്തിനുമെതിരെ പ്രതികരിക്കുന്ന പക്വതയുള്ള പൗരന്മാർക്ക് മാത്രമേ ചൂഷണരഹിതമായ സമൂഹത്തിൻ്റെ സംവിധാനം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ആഘോഷങ്ങളും ഉത്സവങ്ങളും എന്നും സാധാരണ മനുഷ്യരെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. താളമേളങ്ങൾ അവരെ അതിവേഗം മെരുക്കിയെടുക്കുന്നു. ഇക്കാര്യം നന്നായി മനസ്സിലാക്കിയവരാണ് എക്കാലത്തെയും നേതാക്കന്മാരും ഭരണാധികാരികളും. അതിനാൽ അവർ പൊതുജനങ്ങളുടെ ചെലവിൽ വമ്പിച്ച മേളകളും ആഘോഷങ്ങളും നടത്തുന്നു. തങ്ങളുടെ സ്വത്തുപയോഗിച്ചാണ് ഇതെല്ലാം എന്ന വസ്തുത വിസ്മരിച്ച് സമൂഹം അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നു. പുരാതന കാലത്ത് നടത്തപ്പെട്ടിരുന്ന തന്ത്രങ്ങളുടെ പുതിയ പതിപ്പാണ് ഇന്നത്തെ ഘോഷയാത്രകളും മുദ്രാവാക്യങ്ങളും ആഘോഷങ്ങളും. ഒരു മുദ്രാവാക്യം പഴകി ലഹരി പകരാൻ പര്യാപ്തമല്ലാതാകുമ്പോൾ പുതിയത് കണ്ടെത്തി കാര്യം സാധിപ്പിക്കുന്നു. നേതാക്കന്മാർ സാധാരണക്കാരെ മയക്കത്തിൽ നിന്നുണരുവാൻ അനുവദിക്കുകയില്ല. ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത സാധാരണ ജനം പ്രതികരണശേഷി നഷ്ടപ്പെട്ട് നാട്ടിൽ നടക്കുന്ന എല്ലാ നാശങ്ങളുടെയും നേരെ നിസ്സംഗത പുലർത്തുന്നു. സമകാലീന സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപവും ഇതത്രേ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്.